ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രം മതി, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കടല ഒന്ന് കഴുകിയിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കഴുകിയിട്ട് അങ്ങോട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇത് നിങ്ങൾക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കി എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഇളക്കിയിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക, കരിയാണ്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ കടല നല്ല വറുത്തൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ ഫ്രൈങ് പാനിലൊക്കെ ഇട്ട് വറുക്കുന്നേക്കാളും നല്ലത് ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്ക് വെച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് അരി തന്നെ ഒന്ന് കഴുകി വറുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് അരിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇതും ഞാൻ ഉണക്കിയെടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ആ നനവോട് കൂടി തന്നെ ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് അരി എടുക്കാം കേട്ടോ, പച്ചരി അല്ലാത്ത ഏത് അരിയും നമുക്ക് എടുക്കാം ചോറ് വെക്കണേ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറുവയുടെ അരിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ആണ് നമ്മൾ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി, ആ അരി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വറുത്തെടുത്താൽ മതി. അപ്പോൾ അരി നല്ല പോലെ ഒന്ന് പൊട്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് പൊട്ടി ഇങ്ങനെ വറവായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കോരി മാറ്റാം. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുന്ന സമയം തന്നെ കുറച്ച് സമയം ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിയൊക്കെ പൊരിഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാ അരിയും നല്ല പോലെ തന്നെ വറവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചട്ടി നല്ല ചൂടായി കിടക്കുകയാണെങ്കിൽ അടിഭാഗം നല്ല പോലെ തന്നെ കരിയും. അപ്പോൾ ഇത് നമുക്ക് അരി വറവായിട്ടുണ്ട്. അരി കടലൊക്കെ നല്ല പോലെ തന്നെ വറുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നല്ല പോലെ ചൂടാറിയിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ 2 ഏലക്കയും കൂടെ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏലക്കപ്പൊടി സെപ്പറേറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കയും കൂടെ പൊടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരിയും കടലയൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 250 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഞാൻ എല്ലാം 250 ml ആ ഒരു കപ്പിനാണ് അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ശർക്കര ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് തന്നെ എല്ലാം അങ്ങോട്ട് അളന്നെടുത്താൽ മതി. ഇനി ശർക്കരയും അതുപോലെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടലയും അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ചിലർ നേന്ത്രപ്പഴം ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. നേന്ത്രപ്പഴം ചേർക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരാഴ്ചയൊന്നും ഇരിക്കൂല കേട്ടോ. മറ്റേത് തേങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് കേടാകാണ്ടത് വെക്കാൻ പറ്റും. എന്നിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര പാനിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, ബദാം, എന്ത് നട്ട്സൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നട്ട്സും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. ഞാനിതുപോലെ ഒരു ബൗളിൽ കുറച്ച് നെയ്യൊന്നാക്കിയിട്ട് ഇതിലൊന്ന് പരത്തിയിട്ടാണ് കൊട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉരുളകളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാ ലഡുവിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മൈസൂർ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കുക. അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടം പോലെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടലൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും, ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.